ഒരേ സ്ഥലം, ഒരേ സമയം, ഒരേ ലക്ഷ്യം, പിന്നെ ഒരേ പ്രയത്നം. ഇങ്ങനെ എല്ലാം ഒരുപോലെ ആയിട്ടും രണ്ടു കൂട്ടർക്ക് രണ്ട് വ്യത്യസ്ത ഫലങ്ങൾ. അതെങ്ങനെയാണ്? ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം, അല്ലേ? അതെ, അതൊരു ചിന്തിപ്പിക്കുന്ന ചോദ്യം തന്നെയാണ്. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങൾ പങ്കുവച്ച ഒരു പുരാണ ഗ്രന്ഥത്തിലെ ഭാഗമാണ്. മോഹിനി മൂർത്തി അവതാരവുമായി ബന്ധപ്പെട്ട ഒരു സന്ദർഭം, ഒരു ശ്ലോകവും അതിന്റെ വിശദീകരണവും. ശരിയാണ്. നമ്മുടെ ലക്ഷ്യമെന്താണെന്ന് വെച്ചാൽ ഒരേ സാഹചര്യം, ഒരേ പരിശ്രമം, എന്നിട്ടും എന്തുകൊണ്ട് ദേവന്മാർക്ക് വിജയം, അസുരന്മാർക്ക് പരാജയം? ഈ ഗ്രന്ഥം അതിനെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ദൈവത്തിലുള്ള ആശ്രയവും പിന്നെ സ്വന്തം കഴിവിലുള്ള ഒരു അമിത വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം ഫലത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഈ ഭാഗം പറയുന്നത്. അതെ, നിങ്ങൾക്കും ഇത് കേൾക്കാൻ താൽപ്പര്യമുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോ ഈ ശ്ലോകം നമ്മളെ കൊണ്ടുപോകുന്നത് പാലാഴി മഥനത്തിന്റെ ആ ഒരു വലിയ പശ്ചാത്തലത്തിലേക്കാണ്. അതെ, അമർതിനു വേണ്ടിയുള്ള വലിയൊരു ശ്രമം. ദേവന്മാരും അസുരന്മാരും ഒരുമിച്ചാണ് പണിയെടുക്കുന്നത്. ആ കടൽ കടയുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ശരിയാണ്. ഇവിടെ ഈ സ്രോതസ്സ് പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യം അവരുടെ സാഹചര്യങ്ങളിലെ ആ ഒരു തുല്യതയാണ്. അതെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നോർത്തു നോക്കൂ, ഒരേ സ്ഥലം, അതായത് സമദേശ, ഒരേ സമയം സമാകാല, അതെ, ഒരേ കാരണം, അതായത് സമാഹേതു, അമൃതെന്ന ആ ഒരേ ലക്ഷ്യം, സമ അർത്ഥ. ശരി. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ സമാകർമ്മ, അവരുടെ ആഗ്രഹം പോലും സമാമതയ. എല്ലാം ഒരുപോലെ. അതെ, എല്ലാം അക്ഷരാർത്ഥത്തിൽ എല്ലാം ഒരുപോലെ. എന്നിട്ടും എന്താ സംഭവിച്ചത്? ശരി, നമുക്കിതൊന്ന് ആഴത്തിൽ നോക്കാം. ഇത്രയധികം കാര്യങ്ങളിൽ തുല്യതയുണ്ടായിട്ടും ഫലം വന്നപ്പോൾ എന്തുപറ്റി? ഈ വ്യത്യാസം ഫലേ വികൽപാഹ, അതെങ്ങനെ വന്നു? അതെ, ദേവന്മാർക്ക് അമൃത് കിട്ടി. അവർ ആഗ്രഹിച്ചത്, അവർക്ക് ഏറ്റവും ആവശ്യമുള്ളത്, അനശ്വരതയുടെ പാനീയം. ശരിയാണ്. പക്ഷേ അസുരന്മാർക്കോ? അതേ ലക്ഷ്യം, അതേ കഷ്ടപ്പാട്, പക്ഷെ അവർക്ക് അമൃത് കിട്ടിയതേയില്ല. ഒരേ കളി, ഒരേ നിയമം, പക്ഷെ ഒരാൾക്ക് മെഡൽ, മറ്റേയാൾക്കൊന്നുമില്ല. എങ്ങനെ ഇത് സംഭവിച്ചു? എന്തായിരിക്കും കാരണം? ഈ ഗ്രന്ഥം പറയുന്നതനുസരിച്ച് ഇവിടെ രസകരമായ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ ചോദ്യത്തിനുള്ള ഉത്തരം ആ ശ്ലോകത്തിന്റെ തർജ്ജമയിൽ തന്നെ പറയുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട്. ഓഹോ. ദേവന്മാർ ജയിക്കാൻ കാരണം അവർ ഭഗവാന്റെ പാദപങ്കജങ്ങളിലെ പൊടിയിൽ, യത് പാദപങ്കജ രജഹ, അതില് ആശ്രയം, ശ്രേണാത് തേടി എന്നതാണ്. പാദങ്ങളിലെ പൊടിയിൽ ആശ്രയിക്കുക, അതൊരു കാവ്യാത്മക പ്രയോഗമാണല്ലോ. അതെ, കാവ്യാത്മകമാണെങ്കിലും അതിന്റെ അർത്ഥം വളരെ ഗഹനമാണ്. അത് പൂർണ്ണമായ സമർപ്പണത്തെയാണ് കാണിക്കുന്നത്, ഒരു വിനയം. അതായത് സ്വന്തം പ്രയത്നമുണ്ട്, എന്നാലും ആത്യന്തിക വിജയത്തിന് അവർ പൂർണ്ണമായിട്ടും ഭഗവാന്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചു. ശരി. എന്നാൽ അസുരന്മാർക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല? അവരങ്ങനെ ആശ്രയിച്ചില്ല. എങ്കിൽ അവരുടെ തന്ത്രങ്ങളില്, അതിലൊക്കെ അമിതമായി വിശ്വസിച്ചു. ആ ഒരു ആശ്രയമില്ലായ്മയാണ് പരാജയ കാരണമെന്നാണ് ഈ ഭാഗം പറയുന്നത്. അപ്പൊ അതാണ് പ്രധാന വ്യത്യാസം. അതെ, ഈ ആശയം കുറച്ചുകൂടി വ്യക്തമാക്കാൻ വിശദീകരണത്തിൽ ഭഗവത്ഗീതയിലെ ഒരു പ്രധാന ശ്ലോകം പറയുന്നുണ്ട്. 4-ാം അധ്യായം 11-ാം ശ്ലോകം. യേ യഥാ മാം പ്രപദ്യന്തേ. അതെ, യേ യഥാ മാം പ്രപദ്യന്തേ താംസ്തഥൈവ ഭജാമ്യഹം. അതിന്റെ ഒരു അർത്ഥം വരുന്നത്, ആരെന്നെ എങ്ങനെയാണോ സമീപിക്കുന്നത്, അതായത് ശരണം പ്രാപിക്കുന്നത്, അവരെ ഞാൻ അതുപോലെ തന്നെ അനുഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പ്രതികരിക്കുന്നു എന്നാണ്. ഭഗവാൻ പക്ഷപാതം കാണിക്കുന്നില്ല. ഇല്ല, ഓരോരുത്തരുടെയും ആ ഒരു മനോഭാവം, ആ സമർപ്പണം, അതനുസരിച്ചാണ് പ്രതിഫലം. ഈ തത്വം വെച്ചുകൊണ്ടാണ് കർമ്മികളും ഭക്തരും തമ്മിലുള്ള വ്യത്യാസം ഈ സ്രോതസ് പറയുന്നത്. കർമ്മികൾ, ഭക്തർ. അതെ, കർമ്മികൾ എന്ന് വെച്ചാൽ അവരുടെ പ്രവൃത്തികളുടെ ഫലത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നവർ, കർമ്മഫലം. ഭക്തരെന്ന് പറയുമ്പോൾ ഭഗവാനിൽ സമർപ്പിച്ച് ഭഗവാന്റെ സന്തോഷം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവർ. ശരി. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു കർമ്മിയും ഭക്തനും ഒരേ ജോലി ചെയ്യുന്ന പോലെ തോന്നാം. ഒരുപക്ഷെ ഒരേ ഓഫീസിലാകാം. അതെ, ഒരേ പ്രോജക്റ്റിലെ. അതെ, ഒരേ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നുണ്ടാവാം. പക്ഷെ അവരുടെ ഉള്ളിലെ ആ ഒരു ചേതന, ആ ലക്ഷ്യം, അത് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം പറയുന്നത് അവർക്ക് കിട്ടുന്ന അവസാനത്തെ ഫലവും വേറെയായിരിക്കും എന്നാണ്. കർമ്മികൾ, അതായത് ഈ ഭൗതിക ഫലം മാത്രം ആഗ്രഹിക്കുന്നവർ,
അവരൊരു കർമ്മചക്രത്തിൽ പെട്ടുപോകും എന്നു പറയുന്നു. കർമ്മചക്രം. അതെ, ഇതൊരു വലിയ ആശയമാണ്. പ്രവർത്തനം, അതിന്റെ ഫലം, പിന്നെ വീണ്ടും ജനനം, മരണം, ഈ ഒരു സൈക്കിൾ. ഉം. ഇതിൽ പെട്ടാൽ ചിലപ്പോ ഉയർച്ചകളുണ്ടാവാം, ഒരുപാട് സമ്പത്തും സ്ഥാനവും ഒക്കെ കിട്ടാം. പക്ഷെ അത് കഴിഞ്ഞാൽ താഴ്ചകളും വരും, ദുരിതങ്ങളും ഉണ്ടാവും. സുഖവും ദുഃഖവും ഇങ്ങനെ മാറി മാറി വരും. അതൊരു സ്ഥിരമായ അവസ്ഥയല്ല. ശരിയാണ്. എന്നാൽ ഭക്തരുടെ കാര്യം അങ്ങനെയല്ല. അവര് പൂർണ്ണമായി ഭഗവാനിൽ ആശ്രയിച്ചതുകൊണ്ട് അവരുടെ ശ്രമങ്ങൾ അത് പാഴായി പോവില്ല എന്നാണ് ഈ ഭാഗം വാദിക്കുന്നത്. ഓഹോ. അവരുടെ ലക്ഷ്യം ഭൗതികമല്ലാത്തതുകൊണ്ട് അവർ ഈ കർമ്മചക്രത്തിൽ നിന്ന് പുറത്തു കടക്കും. അവസാനം അവർ ഭഗവാനിലേക്ക് തന്നെ തിരികെ എത്തും. ബാക്ക് ടു ഗോഡ്ഹെഡ് എന്ന് പറയില്ലേ? ബാക്ക് ടു ഗോഡ്ഹെഡ്. അതായത് ആ ഭൗതിക ലോകത്തിന്റെ ചക്രത്തിൽ നിന്ന് മോചനം നേടി. അതെ, ഭഗവാന്റെ അടുത്തേക്ക്, ആ ശാശ്വതമായ ലോകത്തിലേക്ക് മടങ്ങിച്ചെല്ലുക. അപ്പോ കർമ്മികളുടെ നേട്ടം താൽക്കാലികമാണ്, ഭൗതികമാണ്. പക്ഷെ ഭക്തരുടെ നേട്ടം ശാശ്വതവും ആത്മീയവുമാണ്. ഇതാണ് ഈ സ്രോതസ് പറയുന്ന വ്യത്യാസം. ഇവിടെയാണ് ഇത് ശരിക്കും ഒന്ന് ആലോചിക്കേണ്ട വിഷയം. അപ്പോൾ ഈ വിശദീകരണം അനുസരിച്ച് അസുരന്മാരെ പോലെ, അല്ലെങ്കിൽ ഭഗവാനിൽ വിശ്വാസമില്ലാത്തവർ, സ്വന്തം പ്രയത്നത്തിൽ മാത്രം വിശ്വസിക്കുന്നവർ, അവരൊരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവാം, രാവും പകലും പണിയെടുക്കുന്നുണ്ടാവാം, മറ്റാരേക്കാളും അധ്വാനിക്കുന്നുണ്ടാവാം. എന്നിട്ടും അവർക്ക് വിധിച്ചതിനപ്പുറം, ആ പ്രാരബ്ധകർമ്മം അനുസരിച്ചുള്ള ഫലത്തിനപ്പുറം ഒന്നും കിട്ടില്ല എന്നാണ് ഈ ഭാഗം ശക്തമായിട്ട് പറയുന്നത്. അതെ, അതാണ് വാദം. എന്നാൽ ഭക്തരോ, അവർക്ക് ചിലപ്പോൾ അത്ര വലിയ പ്രയത്നമില്ലെങ്കിൽ പോലും ആ ഭഗവാനിലുള്ള ആശ്രയം കാരണം കർമ്മഫലത്തിന്റെ പ്രശ്നങ്ങളെയൊക്കെ മറികടന്ന് അത്ഭുതകരമായ ഫലം കിട്ടും എന്നും പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരു സാധാരണ ലോജിക്കിന് ശരിയാവില്ലെന്ന് തോന്നും, അല്ലേ? കഠിനാധ്വാനമാണ് വിജയമെന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്. അതെ, സാധാരണ നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുക. പക്ഷെ ഇവിടെ പറയുന്നു ആന്തരികമായ സമർപ്പണത്തിന് അതിലും വലിയ ശക്തിയുണ്ടെന്ന്. ഇവിടെയാണ് പഴയ ചൊല്ല്, ഫലേന പരിചിയേത്. ശരിയാണ്. അതായത് ഒരാളുടെ നിലവാരം, അവന്റെ പ്രവൃത്തിയുടെ വിജയം, അത് ഫലം നോക്കിയാണ് തീരുമാനിക്കേണ്ടതെന്ന്. അപ്പോ ഈ കഥയിൽ ദേവന്മാരുടെ വിജയം അവരുടെ ആശ്രയത്തിന്റെ ഫലമായിരുന്നു. അതെ. അസുരന്മാരുടെ പരാജയമോ അവരുടെ ആ ആശ്രയമില്ലായ്മ, ഒരുപക്ഷെ അഹങ്കാരം, അതിന്റെ ഫലവും. ഇതാണ് ഈ ഗ്രന്ഥം നൽകുന്ന വ്യാഖ്യാനം. അതെ, ഈ പുറമെയുള്ള പ്രവൃത്തിയും ഉള്ളിലെ ലക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. വിശദീകരണം പിന്നെയും പറയുന്നുണ്ട്. ചിലപ്പോ ഈ കർമ്മികൾ അവരെ ഭക്തരെ പോലെ നടിക്കും. വേഷം കെട്ടുന്നവരുണ്ടാവാം. അതെ, ഭക്തിയുടെ അടയാളങ്ങളൊക്കെ ഉണ്ടാവാം, പാട്ടൊക്കെ പാടാം, അമ്പലത്തിൽ പോകാം. പക്ഷെ ഉള്ളിലെ ലക്ഷ്യം എന്തായിരിക്കും? ഭൗതിക സുഖം, സെൽഫിഷ് സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. പ്രശസ്തിക്ക് വേണ്ടിയാകാം, പണത്തിനു വേണ്ടിയാകാം, അല്ലെങ്കിൽ മറ്റു ഭൗതിക നേട്ടങ്ങൾക്കു വേണ്ടിയാകാം ഈ ഭക്തി നാടകം. അവർക്ക് വല്ല സ്വത്തും കിട്ടിയാൽ പോലും അത് സ്വന്തം സുഖത്തിനാവും ഉപയോഗിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഭക്തിയുടെ പേരിൽ പണം പിരിച്ച് സ്വന്തമായി ആഡംബര ജീവിതം നയിക്കുന്നത് പോലെ. അതെ, അതുപോലെ. എന്നാൽ യഥാർത്ഥ ഭക്തൻ അങ്ങനെയല്ല. അവന് കിട്ടുന്ന സമ്പത്തോ കഴിവോ, അത് ചെറുതായാലും വലുതായാലും, ഭഗവൽ സേവനത്തിനായി, ഗോഡ് സർവീസ്, അതിനായി ഉപയോഗിക്കാൻ നോക്കും. ശരി. അത് ചിലപ്പോൾ അമ്പലത്തിലെ ചെറിയൊരു സേവനമാകാം. ആകാം. അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്നതാകാം, ഭഗവാനെക്കുറിച്ചുള്ള അറിവ് പങ്കുവെക്കുന്നതാകാം. അപ്പോ പ്രവൃത്തി ഒന്നാണെങ്കിലും ലക്ഷ്യം മാറുമ്പോൾ ഫലവും മാറും എന്നീ ഭാഗം വീണ്ടും പറയുന്നു. ഇതിനെ ഒരു വലിയ ചിത്രത്തിലേക്ക് വെച്ച് നോക്കിയാൽ, ഭഗവത്ഗീതയിലെ തന്നെ വേറൊരു ശ്ലോകം, 3-ാം അധ്യായം 9-ാം ശ്ലോകം, ഈ ആശയം ഒന്നുകൂടി ഉറപ്പിക്കുന്നു. യജ്ഞാർത്ഥാത് കർമ്മണോ. അതെ, യജ്ഞാർത്ഥാത് കർമ്മണോജ്ഞത്ര ലോകോയം കർമ്മബന്ധന. ഇതിന്റെ അർത്ഥം, യജ്ഞാർത്ഥമല്ലാതെ ചെയ്യുന്ന കർമ്മമെല്ലാം ഈ ലോകത്തിൽ ബന്ധനത്തിന് കാരണമാകും എന്നാണ്. എന്താണ് യജ്ഞാർത്ഥം? യജ്ഞമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഹോമമൊക്കെയാണ് ഓർക്കുക. സാധാരണ അങ്ങനെയാണ്. പക്ഷെ ഗീതയുടെ വ്യാഖ്യാനത്തിൽ വിഷ്ണുവിനെ, അല്ലെങ്കിൽ ആ പരമമായ ശക്തിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു സമർപ്പണത്തോടെ സ്വാർത്ഥലാഭമില്ലാതെ ചെയ്യുന്ന ഏത് കർമ്മവും യജ്ഞമാണ്. ഓഹോ, അപ്പോ ഏത് ജോലിയും യജ്ഞമാകാം. ആകാം, ആ മനോഭാവമുണ്ടെങ്കിൽ. അങ്ങനെയുള്ള കർമ്മം ചെയ്യുന്നവർ കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തരാണ്. അവർക്ക് ആ കർമ്മഫലങ്ങൾ ബാധകമല്ല. ശരീരം വിടുമ്പോൾ അവർ ഭഗവാനിലേക്ക് തിരിച്ചുപോകും, മുക്തി നേടും. ശരി. എന്നാൽ ഇതിന് വിപരീതമായി സ്വന്തം ഇന്ദ്രിയസുഖത്തിനും ലാഭത്തിനും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവർ, അവർ പുറമെ എത്ര വലിയ കാര്യങ്ങൾ ചെയ്താലും ആ കർമ്മങ്ങളുടെ ഫലത്തിൽ കെട്ടിയിടപ്പെടും. കർമ്മബന്ധനം. അതിന്റെ ഫലമായിട്ട് ഈ ഭൗതിക ലോകത്തിൽ സുഖവും ദുഃഖവും വീണ്ടും വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോ ദേവന്മാർ അമൃത് നേടിയതും അസുരന്മാർ പരാജയപ്പെട്ടതും
ഈ തത്വത്തിന്റെ ഒരു ഉദാഹരണമാണ്. അതെ, ഈ സ്രോതസ് അങ്ങനെയാണ് അതിനെ അവതരിപ്പിക്കുന്നത്. ഭഗവാൻ ഓരോരുത്തരുടെയും ആ മനോഭാവം അനുസരിച്ചാണ് പ്രതിഫലം നൽകുന്നത് എന്ന ആശയം വീണ്ടും ഉറപ്പിക്കുന്നു. ഈ വിശദീകരണത്തിൽ തന്നെ ശ്രീ ചൈതന്യ ചരിതാമൃതം എന്നൊരു ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് പലതരം ആഗ്രഹങ്ങളുള്ള ആളുകളെപ്പറ്റി പറയുന്നുണ്ടല്ലോ. അതൊരു ശ്രദ്ധേയമായ വർഗീകരണമാണ്. അതെ, അത് പ്രധാനമാണ്. ഒന്നാമത് കർമ്മികൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷ്യം, ഭൗതിക സുഖം, ഇന്ദ്രിയതൃപ്തി. അതിനെ ഭുക്തി എന്ന് പറയുന്നു. ശരി, ഭുക്തി. രണ്ടാമത് ജ്ഞാനികൾ. ഇവർക്ക് ഭൗതിക സുഖം വേണ്ട, പക്ഷേ ഇവരുടെ ലക്ഷ്യം ആ പരമമായ സത്യത്തിൽ, ബ്രഹ്മത്തിലങ്ങ് ലയിച്ച് ഒന്നാവുക എന്നതാണ്. മോചനം. അതിനെ മുക്തി എന്ന് പറയുന്നു. മുക്തി. മൂന്നാമത്തെ കൂട്ടർ യോഗികൾ. ഇവർ കഠിനമായ യോഗാഭ്യാസമൊക്കെ ചെയ്ത് അമാനുഷിക സിദ്ധികൾ, അതായത് അത്ഭുത ശക്തികൾ, സിദ്ധി, അത് നേടാൻ ആഗ്രഹിക്കുന്നു. അതെ, അഷ്ടസിദ്ധികൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതെ. എന്നാൽ ഈ ഉദ്ധരണി പറയുന്ന ഒരു ഞെട്ടിക്കുന്ന കാര്യം, ഈ മൂന്നു കൂട്ടരും, ഭുക്തി വേണ്ടവർ, മുക്തി വേണ്ടവർ, സിദ്ധി വേണ്ടവർ, ഇവരൊക്കെ യഥാർത്ഥത്തിൽ അശാന്തരാണ് എന്നാണ്. അശാന്തർ, അതായത് ശാന്തിയില്ലാത്തവർ. അതെ, ഉള്ളിൽ യഥാർത്ഥ ശാന്തിയില്ല. കാരണം ഇവരുടെയൊക്കെ ലക്ഷ്യങ്ങൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വാർത്ഥപരമാണ്. ഒന്നുകിൽ സ്വന്തം സുഖം, അല്ലെങ്കിൽ സ്വന്തം മോചനം, അല്ലെങ്കിൽ സ്വന്തം ശക്തി. അതുകൊണ്ട് അവസാനം ഇവരെല്ലാം പരാജയപ്പെടുന്നു, യഥാർത്ഥ ലക്ഷ്യത്തിലെത്തുന്നില്ല എന്നാണ് ഈ ഗ്രന്ഥഭാഗം വാദിക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുന്നുണ്ടല്ലേ? അപ്പോ ഭൗതിക സുഖവും വേണ്ട, മോക്ഷവും വേണ്ട, സിദ്ധികളും വേണ്ടെങ്കിൽ പിന്നെ എന്താണ് വേണ്ടത്? അതെ, അതാണ് ചോദ്യം. ഇവിടെയാണ് ഈ ഗ്രന്ഥഭാഗം ഒരു കൃഷ്ണഭക്തനെ ഈ മൂന്ന് കൂട്ടരുമായി താരതമ്യം ചെയ്യുന്നത്. കൃഷ്ണഭക്തന്റെ പ്രത്യേകതയായി പറയുന്നത് അവൻ നിഷ്കാമനാണ് എന്നാണ്. നിഷ്കാമൻ എന്ന് വെച്ചാൽ ആഗ്രഹമില്ലാത്തവൻ എന്നല്ല, ഭൗതികവും സ്വാർത്ഥപരമായ ആഗ്രഹങ്ങളില്ലാത്തവൻ. ഓ ശരി. അവന് ഭുക്തിയിലോ മുക്തിയിലോ സിദ്ധിയിലോ താൽപ്പര്യമില്ല. അവന്റെ ഒരേയൊരു ആഗ്രഹം ഭഗവാനെ സേവിക്കുക, ഭഗവാന്റെ മഹത്വം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അത് മാത്രമാണ്. ഈ നിഷ്കാമത കാരണം അവൻ ശാന്തനാണ്. അവന് വേറൊന്നും നേടാനോ നഷ്ടപ്പെടാനോ ഉള്ള പേടിയില്ല. അവന്റെ ശാന്തി വരുന്നത് ഭഗവാനിലുള്ള ആ ആശ്രയത്വത്തിൽ നിന്നും സമർപ്പണത്തിൽ നിന്നുമാണ്. അപ്പോ ഫലത്തിന്റെ കാര്യമോ? അതാണ് ഏറ്റവും രസകരം. ഈ വിശദീകരണം പറയുന്നത് ഭക്തിയോഗം ചെയ്യുന്ന ഒരു ഭക്തന് ഈ ഭുക്തിയോ മുക്തിയോ സിദ്ധിയോ നേടാൻ വേണ്ടി പ്രത്യേകിച്ച് പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഓഹോ, അതെങ്ങനെ? ഭഗവത് സേവനത്തിൽ മുഴുകുമ്പോൾ തന്നെ ഈ ഫലങ്ങളെല്ലാം അവനു വേണമെങ്കിൽ അവൻ അറിയാതെ തന്നെ അവനെ തേടി വരും എന്നാണ് പറയുന്നത്. ഒരു രാജാവിനെ സേവിക്കുന്ന മന്ത്രിക്ക് രാജാവിന്റെ സൗകര്യങ്ങൾ കിട്ടുന്നത് പോലെയാണോ? അതെ, ഏകദേശം അതുപോലെ. അതായത് ആത്യന്തികമായ വിജയവും ശാന്തിയും കിട്ടുന്നത് ഭഗവാനിലുള്ള ആ നിഷ്കാമമായ സമർപ്പണത്തിലൂടെയാണ്. ഇതാണ് ഈ സ്രോതസ് ഉറപ്പിച്ചു പറയുന്നത്. അപ്പോൾ ഈ തത്വം നമ്മുടെ ഉള്ളിലെ മനോഭാവം, ലക്ഷ്യം, ആശ്രയത്വം, ഇതൊക്കെ ഫലത്തെ സ്വാധീനിക്കുമെന്നത് ഈ പുരാണകഥയുടെ അപ്പുറത്തും ഒരു പ്രസക്തിയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും. നമ്മൾ ഈ ഗ്രന്ഥത്തിന്റെ ആ ഒരു ദൈവശാസ്ത്രപരമായ വശം കുറച്ചുനേരം മാറ്റിവെച്ചാൽ പോലും ഈ ആശയം നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ എങ്ങനെ കാണാൻ പറ്റും? തീർച്ചയായും. ഈ സ്രോതസ് ഊന്നൽ കൊടുക്കുന്നത് ഭഗവാനിലുള്ള ആശ്രയത്തിനാണെങ്കിലും ഇതിലെ ആ അടിസ്ഥാന തത്വം, അതായത് വെറും സ്വാർത്ഥ താൽപ്പര്യത്തിനപ്പുറം ഒരു ഉയർന്ന ലക്ഷ്യത്തിൽ, ഒരു ഹയർ പേർപ്പസിൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ പ്രവൃത്തികളെയും ഫലങ്ങളെയും നമ്മുടെ ഉള്ളിലെ സമാധാനത്തെയും ഒക്കെ സ്വാധീനിക്കുമെന്നത് ഒരു വിശാലമായ തലത്തിൽ നമുക്ക് ചിന്തിക്കാം. ഉദാഹരണത്തിന് ഒരു ജോലി ചെയ്യുന്നത് വെറും ശമ്പളത്തിനു വേണ്ടി മാത്രമാകുമ്പോൾ ഉള്ള ഒരു മനോഭാവം, അതേ ജോലി താൻ ചെയ്യുന്നത് സമൂഹത്തിനെങ്ങനെ ഗുണം ചെയ്യുന്നു എന്നൊരു ബോധത്തോടെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മനോഭാവം, അത് തമ്മിൽ വ്യത്യാസമുണ്ടാവാം അല്ലേ? ശരിയാണ്. ഒരുപക്ഷെ ആ രണ്ടാമത്തെ മനോഭാവം കൂടുതൽ സംതൃപ്തി തന്നേക്കാം. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിനെ നേരിടാൻ ഒരു ആന്തരിക ശക്തി കൂടുതൽ കിട്ടിയേക്കാം. ആധുനിക സൈക്കോളജിയൊക്കെ പർപ്പസ് ഡ്രിവൻ ലൈഫിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതെ. ഒരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ സന്തോഷവും കൂടും, പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവ് കൂടും എന്നൊക്കെ പഠനങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായും ഈ പുരാണഭാഗം പറയുന്നത് ഒരു ആത്മീയമായ കാഴ്ചപ്പാടാണ്. പക്ഷെ അതിലെ ആ സമർപ്പണം, നിസ്വാർത്ഥ ലക്ഷ്യം എന്നീ ആശയങ്ങൾക്ക് ഒരു സാർവലൗകിക തലം കൂടിയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ശരിയാണ്. അപ്പോ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയതെന്താണ്?
ഒരുപക്ഷെ ആ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ കാരണം ആ ദൈവത്തിലുള്ള ആശ്രയമെന്ന ആശയമാണോ? ഉം അതോ കർമ്മികളും ഭക്തരും തമ്മിലുള്ള വ്യത്യാസം പുറമേ ഒരുപോലെയാണെങ്കിലും ഉള്ളിൽ വേറെയാണ് എന്നതാണോ? ആകാം. അതുമല്ലെങ്കിൽ ഈ ഭുക്തി, മുക്തി, സിദ്ധി, ഈ പലതരം ആഗ്രഹങ്ങളെക്കുറിച്ചുള്ള വിശകലനം അതെല്ലാം എന്തുകൊണ്ട് ശാന്തിയില്ലായ്മയിലേക്ക് നയിക്കുന്നു എന്ന വാദമാണോ? എന്താണ് നിങ്ങളുടെ ചിന്ത? ഒന്ന് ആലോചിച്ചു നോക്കുന്നത് നല്ലതാണ്. അതെ. അപ്പോൾ ഇതെല്ലാം കൂടി എന്താണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്? ഈ പുരാണ ഗ്രന്ഥഭാഗത്തെ അടിസ്ഥാനമാക്കി നമ്മൾ നടത്തിയ ഈ ഒരു ചർച്ചയുടെ പ്രധാന ആശയം ഇതാണ്. ദേവന്മാരും അസുരന്മാരും ഒരേ സാഹചര്യം, ഒരേ പ്രയത്നം, എന്നിട്ടും ഫലത്തിൽ വ്യത്യാസം വന്നു. അതിന്റെ കാരണം ഈ സ്രോതസ്സ് പറയുന്നത് അവരുടെ ഉള്ളിലെ നിലപാടിലെ വ്യത്യാസമാണ്. ശരിയാണ്. ഒരാള് സ്വന്തം പ്രയത്നത്തിനൊപ്പം ഭഗവാന്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചു. മറ്റേയാള് സ്വന്തം കഴിവിൽ മാത്രം വിശ്വസിച്ചു, ഒരുപക്ഷെ അഹങ്കരിച്ചു. ഈ ആന്തരികമായ മനോഭാവമാണ് പുറമേയുള്ള സാഹചര്യങ്ങളെക്കാൾ അവസാനത്തെ ഫലത്തെ തീരുമാനിച്ചത്. അതെ. ഈ ഗ്രന്ഥഭാഗത്തിന്റെ കാഴ്ചപ്പാട് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ്: ഭഗവാനിലുള്ള പൂർണ്ണമായ സമർപ്പണം, നിസ്വാർത്ഥമായ ഭക്തി, അത് വിജയത്തിലേക്കും യഥാർത്ഥ ശാന്തിയിലേക്കും നയിക്കും. അതേസമയം സ്വാർത്ഥപരമായ ആഗ്രഹങ്ങൾ, അത് ഇന്ദ്രിയസുഖത്തിനായുള്ള ഭുക്തിയായാലും സ്വന്തം മോക്ഷത്തിനായുള്ള മുക്തിയായാലും അല്ലെങ്കിൽ ആ അത്ഭുത ശക്തികൾക്കു വേണ്ടിയുള്ള സിദ്ധിയായാലും, ഇവയെല്ലാം ഒരുതരം ഉള്ളിലെ അസ്വസ്ഥതയിലേക്കും ആ അശാന്ത അവസ്ഥയിലേക്കും അവസാനം പരാജയത്തിലേക്കുമാണ് നയിക്കുന്നത്. ഇതാണ് ഈ പ്രത്യേക സ്രോതസ്സ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു തത്വം. അതായത് ഇതൊരു പ്രത്യേക വേദാന്ത ദർശനത്തിന്റെ വ്യാഖ്യാനമാണ്. അതെ, അത് ഓർക്കണം. ഈ ഗ്രന്ഥം ഈയൊരു വീക്ഷണകോണിലാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. വളരെ ആഴത്തിലുള്ളതും ചിന്തിപ്പിക്കുന്നതുമായൊരു വിശകലനം. പോകുന്നതിനു മുൻപ് നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി. ശരി. ഈ പുരാണ കഥയും അതിന്റെ വ്യാഖ്യാനവും തരുന്ന ഈ ആശയം വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ സ്വന്തം ജീവിതത്തിലെ, നമ്മുടെ പ്രയത്നങ്ങളിൽ, ലക്ഷ്യങ്ങളിൽ, നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾക്കപ്പുറം നമ്മുടെ ഉള്ളിലെ മനോഭാവം, നമ്മുടെ ലക്ഷ്യത്തിന്റെ ആ ഒരു ശുദ്ധി, അല്ലെങ്കിൽ ഒരു ഉയർന്ന ശക്തിയിലുള്ള നമ്മുടെ ആശ്രയത്വം, അത് ദൈവവിശ്വാസമാകാം, അല്ലെങ്കിൽ ഒരു മൂല്യമാകാം. ഇതൊക്കെ നമ്മുടെ ഫലങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടാകാം? നല്ല ചോദ്യമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ചെറുതോ വലുതോ ആകട്ടെ, ഈ ആന്തരികമായ സമർപ്പണം അല്ലെങ്കിൽ ആ ഒരു ഉയർന്ന ലക്ഷ്യബോധം, അത് നിങ്ങളുടെ വിജയത്തെയും അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഉള്ളിലെ സമാധാനത്തെയും എങ്ങനെ ബാധിച്ചേക്കാം? ഇതൊന്ന് ചിന്തിക്കുന്നത് ഒരുപക്ഷെ പുതിയ ചില തിരിച്ചറിവുകൾ തന്നേക്കാം. കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും സ്വന്തം അനുഭവങ്ങളുമായിട്ടൊന്ന് താരതമ്യം ചെയ്യാനും ഇതൊരു തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നു.